ലാസർ പടിപ്പുരയിൽ മരണം കാത്തു കിടക്കുകയാണ്. വിശപ്പും ദാഹവും ഉണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. സാധാരണ ധനവാന്മാർ ഭക്ഷിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാറില്ല. ഒരപ്പം എടുത്ത് കൈ തുടയ്ക്കും, അത് താഴോട്ടിടും. അതാണ് മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക്. അത് അടിമയ്ക്കുള്ളതാണ്. അതെങ്കിലും കിട്ടിയെങ്കിൽ എന്നാണ് ലാസർ കൊതിയോടെ നോക്കിയത്. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ആ അപ്പം പോലും ഇന്ന് ലാസറിന് നിഷിദ്ധമാണ്. അവൻ കൊതിച്ചു. പക്ഷേ അവിടെ ധനവാൻ്റെ കൽപ്പനയ്ക്കാണല്ലോ കൂടുതൽ വില. മരണം വേഗത്തിലാക്കാൻ ധനവാൻ ലാസറിനെ അടിച്ചും പൊള്ളിച്ചും പരിക്കേൽപ്പിച്ചു. ആ മുറിവുകൾ പഴുത്ത് വ്രണമായി. ആ വീട്ടിലെ പട്ടികൾ സ്നേഹപൂർവ്വം വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കും. ഒരു ദിവസം ലാസർ മരിച്ചു. അടിമകൾ മരിച്ചാൽ ഏതെങ്കിലും മരച്ചോട്ടിൽ കുഴിച്ചിടും. സംസ്കാര ശുശ്രൂഷകൾ ഒന്നും തന്നെയില്ല. പിന്നെ ആരോർക്കാൻ? എങ്കിലും സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. പോരാ, സ്വർഗത്തിൽ ലാസറെ പോലെയുള്ളവരാണ് പ്രഭുക്കന്മാർ. അതുകൊണ്ട് മാലാഖമാർ പറന്നു വന്നു അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ നാളുകൾക്ക് ശേഷം ധനവാന് മരിച്ചു. നാട്ടിലെങ്ങും അത് പ്രസിദ്ധമായി. കേട്ടവരും നാട്ടുകാരും വീട്ടുകാരും വന്നു. അനവധി പുരുഷാരം. എല്ലാ തരത്തിലും മനോഹരമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ. പാതാളത്തിൽ നിന്ന് പിശാചിൻ്റെ ദൂതന്മാർ വന്ന് അവനെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ യാതന സ്ഥലത്ത് കിടന്ന് അവൻ മേലോട്ട് നോക്കി. അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. സംശയം തീർക്കാൻ ഒന്നുകൂടി നോക്കി. അതെ, ലാസർ തന്നെ, തൻ്റെ അടിമ. അവൻ അല്പം ആശ്വാസം തോന്നി. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, പിതാവേ അബ്രഹാമേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. അബ്രഹാം പിതാവിൻ്റെ മടിയിൽ എത്രയോ വിശുദ്ധന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ധനവാന് അറിയാവുന്ന പ്രഭുക്കന്മാരും സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരെ ആരെയും ധനവാൻ വിളിച്ചില്ല. തൻ്റെ അടിമ അവിടെയുള്ളപ്പോൾ പിന്നെ എന്തിന് വേറൊരാൾ? ദൈവവചനത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. അവ ലോഗോസ് എന്നും റീമ എന്നുമാണ് പറയുക. ലോഗോസ് നിത്യമായ വചനമാണ്. അതിലെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റിക്കൂടാ. ന്യായപ്രമാണത്തിന് മാറ്റമില്ല, ഉപമകൾക്ക് മാറ്റമില്ല. എന്നാൽ റീമ അങ്ങനെയല്ല. അത് ഒരു വ്യക്തിയോടുള്ള പ്രസ്താവനയാണ്. ഈ സംഭവത്തിൻ്റെ ഭാവി കാലമാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്. ധനവാൻ നാം ഓരോരുത്തരുമാണ്. അതുകൊണ്ടാണ് കർത്താവ് ധനവാന് പേരിടാണ്ടിരുന്നത്. നമ്മുടെ മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ ആവണം. നമ്മുടെ ഓരോ പാവവും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവൻ മുറിവേറ്റ് വ്രണം നിറഞ്ഞവനായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. കൊതിയോടെ നമ്മുടെ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്നു.